ഇപ്പോൾ 10 വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക് ഡിസൈനർ, ഹൈലി സ്കിൽഡാണ്, അടിപൊളിയാണ്, എന്ത് വർക്ക് കൊടുത്താലും മൂപ്പർക്ക് ചെയ്തു തരാൻ പറ്റും, അടിപൊളിയാണ്. വേറെ സ്ഥലത്ത് ഒരു 1 ഇയർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പഠിച്ച് കഴിഞ്ഞ്, ഇപ്പോൾ നിങ്ങളെ പോലെ അല്ലെങ്കിൽ നമ്മളൊക്കെ പോലെ തന്നെ പഠിച്ച് കഴിഞ്ഞ് ഒരു 1 ഇയർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗ്രാഫിക് ഡിസൈനർ ഓനും ഇങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളെ ഒപ്പം എന്തായാലും 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആളെ എത്തൂല, കുറേ കാര്യങ്ങൾ കൊണ്ട് എത്തൂല. ബട്ട് ആ 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആൾ എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയ ത്രൂ ഇതേപോലെ കണ്ടന്റ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ആളുകളിലോട്ട് അവനെ അറിയുന്ന ടിപ്പുകൾ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാം ത്രൂവും യൂട്യൂബ് ത്രൂ ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, ഒരുപാട് പേരിലോട്ട് ഓനെ മാർക്കറ്റ് ചെയ്തു. പക്ഷെ 10 വർഷം വർക്ക് ചെയ്ത ഒരാളെന്ന് പറഞ്ഞാൽ മുപ്പരാളെ കമ്പനിയിൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ വേറെ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് മുപ്പരാൾക്ക് 10 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്നോ ഗ്രാഫിക് ഡിസൈനർ ആണെന്നോ ആർക്കും, മൂപ്പരാളെ സറൗണ്ടിങ്സിൽ മൂപ്പരാൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയയിലുള്ള ആൾക്കാർക്കല്ലാതെ പുറത്തുള്ള ആർക്കും അറിയില്ല. ആർക്കാവും കൂടുതൽ വർക്കുകൾ കിട്ടാനുള്ള ചാൻസസ് കൂടുതൽ? ഈ 10 വർഷമുള്ളവനാണോ 1 ഇയർ ലോണാണോ? 1 ഇയർ ലോണാണോ? അവിടെയാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ്.